നിക്കാഹിന്റെ വേദികളിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഒരു പൂക്കുറ്റി പോലൊരു സാധനമുണ്ട്. അടിച്ചങ്ങോട്ട് കയറ്റി കൊടുക്കുക, അടിച്ചു വിടുക. കാണിക്കുന്ന ഈ പരിപാടി, ആ പ്രവണതയിൽ നിന്ന് ഒരു പെണ്ണിന്റെ വാപ്പ അതൊന്നും വേണ്ട, നിങ്ങൾ മട്ടനോ ഒട്ടകമോ എന്തോ കൊടുത്തോ ആളുകൾക്ക്, അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൊടുക്കണം ആളുകൾക്ക് ഭക്ഷണം. മകളുടെ നിക്കാഹാൻ പരസ്യപ്പെടുത്തിയിട്ട് മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാനും കൊണ്ടുപോകാനും കൂടെ കൊടുത്തോ. അതൊന്നും ആരും തടസ്സമില്ല, അതൊന്നും മതത്തിന്റെ വിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നിക്കാഹിന്റെ സരസിൽ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ ഹൈന്ദവ കല്യാണങ്ങളിലില്ല, ക്രൈസ്തവ കല്യാണങ്ങളിലില്ല. എവിടെയാ നിക്കാഹ് നടക്കുന്നത്? നാളത്തെ വിവാഹം എവിടെയാണ്? നിങ്ങൾ നോക്ക്, നിങ്ങൾ ഈ നോട്ടീസ് കൈകൊണ്ടെടുക്ക്, എന്നിട്ട് നിങ്ങൾ പറ, നാളത്തെ ഇതര സമുദായത്തിലെ പാവപ്പെട്ട സഹോദരിയെ ഇവിടത്തെ നുസ്രത്തുൽ മസാക്കീൻ കല്യാണം കഴിപ്പിക്കുമ്പോ ഇവർക്ക് പറയാമായിരുന്നില്ലേ ഇതിനകത്ത് കല്യാണം വെക്കാമെന്ന്? നടക്കൂല. നിങ്ങളെ പണി നോക്കെന്ന് പറയും അവർക്ക്. ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, ഒരു ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടത്താൻ നുസ്രത്തുൽ മസാക്കീൻ സ്വർണം കൊടുത്ത്, കല്യാണത്തിന് കൂടുന്നവർക്ക് നല്ല സദ്യ ഒരുക്കി, സ്വർണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത് ആ പെണ്ണിനെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി കല്യാണത്തിന്റെ സുന്ദരമായ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ആ ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടക്കുന്നത് എവിടെയാണ്? പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ അല്ലേ? അവിടെ നിന്ന് മാറ്റാൻ നുസ്രത്തുൽ മസാക്കീന്റെ പ്രവർത്തകർക്ക് കഴിയൂല. കാരണം അവരുടെ വിവാഹം നടക്കുന്നത് ക്ഷേത്ര സന്നിധിയിലാണ്. എങ്കിലേ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് താലി കെട്ടാവൂ. നമ്മളതാണെങ്കിലോ വിമാനത്തിന്റെ മുകളില്, കപ്പലിന്റെ അടിയില്, ഓടുന്ന തീവണ്ടിയില്, ബലൂണിനകത്ത്, അറബാനയ്ക്കകത്ത് അല്ലേ, പിന്നെ JCBയുടെ മുകളില്. ഇത്രയും വിവരം കെട്ട ഒരു സമൂഹമായി നമ്മുടെ സമുദായം മാറിപ്പോയില്ലേ? ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ കല്യാണത്തിൽ ഇതുപോലെ തോന്നിയാസങ്ങൾ കാണിക്കാൻ പറ്റുമോ? ഒരു ഹൈന്ദവന്റെ കല്യാണത്തിൽ തോന്നിയാസം കാണിക്കാൻ പറ്റുമോ? ക്രിസ്ത്യാനിക്കും ഹൈന്ദവനും മദ്രസ ഉണ്ടോ? ക്രിസ്ത്യാനികൾക്കും ഹൈന്ദവനും മതപ്രസംഗങ്ങളുണ്ടോ? ഏറ്റവും കൂടുതൽ മദ്രസ നടക്കുന്നത് നമ്മുടെ സമുദായത്തിൽ, മഹൽ നടക്കുന്നത് നമ്മുടെ സമുദായത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രീതിയിലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് എന്റെ മോളുടെ കല്യാണത്തിനും 2 കതിന പൊട്ടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആദ്യം ആ മഹല്ലത്തിലെ മണ്ഡപത്തിൽ ആദ്യം കതിന വെടി പൊട്ടിച്ച, അല്ലെങ്കിൽ ഈ കാണുന്ന കോമാളിത്തരം കാണിച്ച ഒരു പെണ്ണിനെ പണ്ടാണ്. നിങ്ങൾ നോക്ക്, എല്ലാം പോയി, തലതിരിഞ്ഞു പോയി. ഇന്ന് പള്ളിയിലേക്ക്, ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? മഴ പെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ പള്ളിയിലേക്ക് മരിച്ചു കൊണ്ടുപോകുന്ന ആളിനെ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? സന്തൂക്കില് അല്ലേ? ഒരു 10-100ഓളം പേരിങ്ങനെ നടന്ന് സന്തൂക്കിൽ ചുമന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കൽബ് മുഴുവനും മനസ്സ് മുഴുവനും മരണത്തെ പറ്റി ഓർത്തിട്ട്, കാതിൽ കേൾക്കുന്നത് തക്ബീർ, ചുണ്ടുകൊണ്ട് പറയുന്നത് തഹ്ലീൽ, അതുപോലെ കണ്ണ് താഴ്ത്തി വെച്ച് കാലുകൊണ്ട് നടന്ന് കൈകൊണ്ട് ചുമന്ന് ആ മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന കാലം മറന്നുപോയി. ഇന്ന് മയ്യത്ത് കൊണ്ടുവരുന്നു, വരട്ടെ മെഹ്റാബിനകത്തോട്ട് ആംബുലൻസ് കയറ്റിയാണ് അല്ലേ? എന്നിട്ട് നീക്കി അങ്ങോട്ട് എറിയാണ്. ഇപ്പൊ സന്തൂക്ക് കൊണ്ടുവരുന്ന എവിടെയെന്നറിയോ? എവിടെയാ? കല്യാണത്തിന് വാ, കാക്കാര മോളെ കല്യാണത്തിന് വാ. പുതിയാപ്പള വന്നു, അപ്പോഴേ വെടി പൊട്ടിച്ച് അവനകത്ത് കയറ്റി. ഈ സ്പ്രേ ഒക്കെ അടിച്ച് നല്ല കുട്ടപ്പനായി വരികയാണ്. ഇതങ്ങോട്ട് ഒരടി അങ്ങോട്ട് അടിച്ചു കൊടുത്ത് കത്തിപ്പോയാൽ എത്ര സ്ഥലത്ത് കത്തിയിരിക്കുന്നു, എന്നാലും പഠിക്കൂല. കത്താതിരിക്കാൻ രാവിലെ യാസീൻ ഓതിയിട്ടാ പോണത്. കാരണം ഓൺലൈനിലെ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, കല്യാണത്തിലെ മണ്ഡപത്തിൽ തീ കത്താതിരിക്കണമെങ്കിൽ ഇന്നതിൽ ചെല്ലിയാ മതി. ഈ പുതിയാപ്പള സ്റ്റേജിലേക്ക് വന്ന് നിക്കാഹ് കാട്ടിക്കൂട്ടിയിട്ട് പോകുമ്പോ പുതിയ പെണ്ണിനെ കൊണ്ടുവന്ന് നിങ്ങൾ നോക്ക്, സന്തൂക്കിനകത്താണ് അല്ലേ? പുതിയ പെണ്ണിനെ സന്തൂക്കിനകത്ത് കൊണ്ടുവരികയാണ്. ധാരുടെ പാരമ്പര്യമാണ്. ഇതെവിടെ നിന്ന് കിട്ടിയതാണ്. ഇത് കാണിച്ചു കൊടുത്തപ്പോ ഇന്ന് പിന്നാലെ വരുന്ന ഓരോ പെണ്ണുങ്ങളും പറയാൻ തുടങ്ങി, എന്റെ കല്യാണത്തിനും സന്തൂക്ക് വേണം അല്ലേ? പൂപ്പന്തല്ല് കെട്ടിയിട്ട്
4 കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് പുതിയ പെണ്ണിനെ എങ്ങനെ ഇരുത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ നിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടുവരികയാണ്. ഓ, ഖത്തീബുമാരുടെ ഗതികേട് എന്ത് ചെയ്യാനാ? ഇതെല്ലാം കണ്ടോണ്ടിരുന്നിട്ട് ഖത്തീബ് അൽ ഫാത്തിഹ ഒരടി അങ്ങോട്ട് അടിച്ചു കയറ്റി കൊടുക്കുക. ഇല്ല, ജോലി പോവും. നല്ല സമയത്ത് തെങ്ങി കയറാൻ പഠിച്ചോ? ഇല്ല. ഇതിന് വല്ല ജോലി അറിയോ? ഒന്നും അറിഞ്ഞൂടാ. പാവം. വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. എനിക്കറിയാം ഇത് നാളെ ക്ലിപ്പാവും, വിവാദമാവും. ആ വിവാദങ്ങളെ ഞാൻ എനിക്ക് കിട്ടുന്ന അനുമോദനങ്ങളായി, അംഗീകാരമായി ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ അതൊരു സമൂഹം ചെയ്താൽ ഖബറിൽ ചെന്ന് കിടക്കുമ്പോ ഈ ചെയ്തതിന്റെ ശിക്ഷ മാത്രമല്ല, മറിച്ച് പിന്നീട് ചെയ്യുന്നതിന്റെ ശിക്ഷ കൂടി. നീ ചെയ്തതിന്റെ അടിയിൽ നിനക്ക് കിട്ടും, വാതാറകു നീ കാട്ടിക്കൊടുത്തതിന്റെ അടിയിൽ നിനക്ക് കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്തു വേണം? സന്മാർഗത്തിന്റെ വഴി മാത്രം നീ തെരഞ്ഞെടുക്കണം. ഇവിടെയും പരാജയമില്ല, അവിടെയും പരാജയമില്ല. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ ഭരണം കിട്ടിയെങ്കിൽ എന്ന് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് കൊതിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഭരണമാണ്? ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം. ആലോചിച്ചൊക്കെ ചെറിയ കാര്യമാണോ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം ഇന്ത്യയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കൊതിച്ചത് വലിഞ്ഞു കയറി വന്ന ഏതെങ്കിലും ഒരാളല്ല. പിന്നെയോ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന, രാഷ്ട്രപിതാവെന്ന് വാഴ്ത്തപ്പെടുന്ന, ഈ രാജ്യത്തെ ഓരോ ജനാധിപത്യ വിശ്വാസികളും നെഞ്ചിലേറ്റുന്ന മഹാനായ മഹാത്മജി. ആ മഹാത്മാഗാന്ധി പറയാണ് രാജ്യത്ത് ഖലീഫ ഉമറിന്റെ ഭരണം വേണം, കൊള്ളാം എന്ന്. എന്തുകൊണ്ടാണ്? നടന്നു പോകുന്ന ഏതെങ്കിലും, ഓടിപ്പോകുന്ന ഏതെങ്കിലും ഒരു ഒട്ടകമോ, ഒരു കുതിരയോ, ഒരു കഴുതയോ, ഒരു കോവർ കഴുതയോ അതിന്റെ കാലെങ്ങാനം ഒരു കുഴിയിൽ വീണ് കാല് ഒടിഞ്ഞു പോയാൽ നാളെ പടച്ചവന്റെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും എന്ന് പേടിച്ചുപോയ ഉമറിന്റെ ഭരണം വന്നാൽ ഈ പാപ്പാങ്കുളങ്ങരയിലേക്ക് വരുന്ന വഴി ഇത്രയും കട്ടപ്പാടുണ്ടാവുമോ? നമ്മുടെ ഹൈവേകൾ പ്രശ്നം ഉണ്ടാവുമോ? നമ്മുടെ ഈ രാജ്യം എത്ര സുന്ദരമായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യനെന്നല്ല, ഒരു മൃഗം, ഒരു പൂച്ചയുടെയോ ഒരു പട്ടിയുടെയോ ഒരു ആടിന്റെയോ കാല് ആ പോകുന്ന വഴിയിൽ കുഴിയിൽ വീണ് ഒടിഞ്ഞു പോയാൽ ഈ ഉമർ റബ്ബിന്റെ മുമ്പിൽ പിടിച്ചു നിർത്തപ്പെടുമെന്ന് പേടിച്ചു പോയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. കിസ്റ പേടിച്ചുപോയി, കൈസർ വിറച്ചുപോയി. ഒരു പെണ്ണും ഇന്നുവരെ അങ്ങനെ ഒരു ധീരനായ ഒരു ഭരണാധികാരിയെ പ്രസവിച്ചിട്ടില്ല, ഇനിയൊട്ടും പ്രസവിക്കുകയുമില്ല. ഒരു പ്രതീക്ഷയും നമുക്ക് വേണ്ട. അത്രയും വലിയ ഭരണാധികാരി ഖലീഫ ഉമറുൽ ഫാറൂഖ്. അറിയല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു പൂച്ചക്കാരും മണി കെട്ടുമെന്ന് ചോദിച്ചതുപോലെ ദാറുൻ നദുവയിൽ വെച്ചൊരു യോഗം കൂടി. മുഹമ്മദ് നബിയെ കൊല്ലണം. എല്ലാരും പറഞ്ഞു കൊല്ലണം. അതൊരു തർക്കമില്ല. എല്ലാരും പറഞ്ഞു കൊല്ലണം. മുഹമ്മദിനെ കൊന്നല്ലാതെ ആർക്കും രണ്ടാമതൊരു അഭിപ്രായമില്ല. മുഹമ്മദിനെ കൊന്നേ പറ്റൂ. ശരി, ആ കാര്യത്തിൽ നമ്മൾ ഏകോപിച്ചു. ആര് കൊല്ലും? ഞാൻ കൊല്ലില്ല. എല്ലാരും ഒഴിഞ്ഞു. കാരണം ഏറ്റവും ചെറിയ കുടുംബമല്ല, ബനു ഹാഷിമാണ്, ഖുറൈശി കുടുംബമാണ്. ആരാ മുഹമ്മദിനെ കൊല്ലുക? ആ സമയത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു അറപ്പുമില്ലാതെ, യാതൊരു വെറുപ്പുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ ചാടി എണീച്ചു ഖത്താബിന്റെ മകൻ, ഹംദമയുടെ മകൻ. ഒരു കാലഘട്ടത്തിൽ മലമടക്കുകളിൽ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്ന് യുവാവായപ്പോൾ സിറിയയിലേക്ക് പോയി പട്ട് കച്ചവടം നടത്തി, പട്ടുവസ്ത്ര കച്ചവടം നടത്തി ഉക്കാല ചന്തയുടെ മുതലാളിയായി മാറിയ ഖത്താബിന്റെയും ഹംദമയുടെയും മകൻ ഉമർ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൊല്ലാം. ഊരിപ്പിടിച്ച വാളുമായിട്ട് പോകുന്ന വഴിയിൽ ആദ്യം നിന്റെ കുടുംബത്തെ പോയി നന്നാക്കണോ എന്ന് പറഞ്ഞു തന്റെ ഇടത്തോടെ. നിന്റെ സഹോദരി മുസ്ലിമായിരിക്കാണെന്ന് പറഞ്ഞു. വന്നു. ഖുർആൻ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഫാത്തിമ എന്ന സഹോദരിയുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ ചോദിച്ചു, ഇങ്ങോട്ട് തായോ? ഇല്ല, അതിനുള്ള യോഗ്യത നിനക്കില്ല. മുഖത്തേക്ക് കൈ കൊണ്ട് ആ പാവപ്പെട്ട സഹോദരിയുടെ കപോലത്തിലേക്ക് അടിച്ചപ്പോൾ മുഖത്തേക്ക് അടി വീണ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്ന ഖുർആനിനെ ഓടിച്ചെന്ന് എടുക്കുമ്പോ
തന്റെ പരിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോഴും കവിൽത്തടം ഊതി വീർക്കുന്ന ആ നിലയിൽ തന്റെ പ്രിയപ്പെട്ട ഖുർആനോട് കാണിക്കുന്ന അദമ്യമായ സ്നേഹവും ആദരവും കണ്ടിട്ട് ഇതെന്താണ് ഈ ഖുർആൻ, ഒന്ന് താ നോക്കട്ടെ. ഉരിപ്പിടിച്ച വാളുമായിട്ട് നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ഖത്താബിന്റെ ഹംദമയുടെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു, ഖുർആൻ വിരോധിയായ ഉമർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മുഹമ്മദ് കൊണ്ടുവന്ന ഖുർആൻ എന്റെ സഹോദരി ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവളുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ സഹോദരിയുടെ മുഖപ്പടിക്കാൻ ചങ്കൂറ്റം കാണിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനം മുസ്ലിമായതിനു ശേഷം ഉമർ തങ്ങളുടെ മനസ്സിൽ വന്ന മോഹം പോലെ അള്ളാഹു 15 ആയത്തുകൾ ഇറക്കി കൊടുത്തു. അറിയോ, ഒരു കാര്യത്തെ പറ്റി ആലോചിക്കാൻ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം. അള്ളാഹ് സെക്കൻഡിൽ ആയത്തിറക്കി കൊടുത്തു. മദ്യനിരോധനം ആരുടെ മനസ്സിന്റെ ആഗ്രഹമാണ്? ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ. ഉംറയ്ക്ക് പോയ തവാഫ് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഉംറയ്ക്ക് പോയവർ കൂട്ടത്തിലുണ്ടല്ലോ, ഹജ്ജിന് പോയവരുണ്ടല്ലോ. 7 ചുറ്റൽ കഴിഞ്ഞ പിന്നെ എന്താ ചെയ്യാ? ഒന്ന് ഓർത്തു നോക്കിയേ, ഒന്ന് റിവൈൻഡ് ചെയ്ത് നമ്മുടെ മനസ്സിനെ പോയപ്പോൾ ഉള്ളത്. 7 തവാഫ് കഴിഞ്ഞാൽ നമ്മൾ സഈ ചെയ്യാൻ വേണ്ടി പോകും. ആ സഈ ചെയ്യുന്നതിന്റെ ഇടയിൽ തവാഫിൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താണ്? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? തവാഫ് കഴിഞ്ഞിട്ട് 7 തവാഫ് കഴിഞ്ഞ് സഈ ചെയ്യുന്നതിന്റെ ഇടയിൽ ആ മസ്അയിലേക്ക്, സഫാ മലയിലേക്ക് നമ്മൾ ഇങ്ങനെ കയറുന്നതിന്റെ ഇടയിൽ നമ്മൾ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കും. ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിച്ചിട്ട്, ഇബ്രാഹിം നബിയുടെ കഥ പഠിച്ചിട്ട് മനസ്സിൽ ഇബ്രാഹിം നബി കടന്നുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മാതൃകാ പുരുഷനായി കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായി. പടച്ചോനെ, ഇബ്രാഹിം നബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇബ്രാഹിം നബിയെ മറക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം നീ തന്നാലോ. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ ആയത്ത് അല്ലാഹ് ഇറക്കി കൊടുത്തു. എന്നാൽ മഖാമി ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കി. തവാഫ് ചെയ്യുന്നവൻ, ഹാജി, ഉംറ ചെയ്യുന്ന ആള്, ഇവരൊക്കെയും 2 റക്അത്ത് നിസ്കരിക്കാതെ സഈ ചെയ്യാൻ പോകില്ല. ലോകം മുഴുവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പാദം കൊണ്ട് അനുഗ്രഹീതമായ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അറിയാതെ പറയാതെ നമ്മൾ പറഞ്ഞും അറിഞ്ഞും പോകുന്ന ഒരു മനുഷ്യനുണ്ട്. മകൻ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ മൂടുപടമണി എന്ന പരിപാടി ഉണ്ടായിരുന്നില്ല ആദ്യം. ഹിജാബ്. നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അന്നൊന്നും ഇന്നത്തെ പോലെ ഒരു റൂമിൽ തന്നെ 3 ബാത്റൂം, ബാത്റൂം എവിടാന്ന് പോലും അറിയില്ല. പണ്ടൊക്കെ അകത്ത് നിന്ന് പുറത്തോട്ട് ഓടും. ഇപ്പൊ പുറത്തേക്കുന്നവനും അകത്തോട്ട് ഓടും. അകത്താണെങ്കിൽ തന്നെ അറിയാം എല്ലാവർക്കും കോമൺ ആയിട്ട്. അത് മാറി പിന്നെ അറ്റാച്ച്ഡായി. ഇന്നിപ്പോ അതിനകത്ത് സാധാരണ കയറിയാൽ ഇത് എവിടാണ് ബാത്റൂം എന്ന് അറിയാൻ പറ്റില്ല. ഒരു വീട്ടിൽ പോയപ്പോ വാഷ്റൂം ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ടല്ലോ. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് വാഷ്റൂം കാണുന്നില്ല. അവസാനം വന്ന അലമാര തുറന്ന അലമാരക്കകത്ത് വേറൊരു ഡോറ് തുറന്നപ്പോ അതിനകത്തൂടെയാണ് ബാത്റൂമിൽ കയറുന്ന വഴി. എവിടാണ് ബാത്റൂം എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ. വാഷ്റൂം എവിടാന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് അതിനെയൊക്കെ ഇങ്ങനെ മറച്ച്, അത് നല്ലതാ ഒരർത്ഥത്തില്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കാലഘട്ടത്തില് അവരൊക്കെ പോകുന്നത് വെളിക്കിരിക്കുക എന്ന് പറയും. വെളിക്കിരിക്കുക എന്ന് പറയും പണ്ടുള്ളവർ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? രണ്ടെണ്ണം ഉണ്ട്. വെളിക്കിരിക്കുകയും വിളക്കത്തിരിക്കുകയും. വിളക്കത്തിരിക്കുന്ന എവിടെയാണ്? പൊന്നാനിയിലാണ്. വിളക്കത്തിരിക്കുന്നത് പൊന്നാനിയിൽ. ചിരിക്കേണ്ട, മാർഗം ചെയ്യാൻ പോകുന്ന കാര്യമൊന്നുമല്ല ഈ പറയുന്ന. വിളക്കത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ സനതാണ്. മന്നാനിയിൽ പോയി ഞങ്ങൾ മന്നാനി എടുത്തു, ഫൈസാബാദിൽ പോയി ഉസ്താദ് ഫൈസി എടുത്തു, ബാക്കിയാത്തിൽ പോയി ചില ആളുകൾ ബാക്കവി എടുക്കും, ദയ്യുബന്തി പോയി കാസിമി എടുക്കും, ബാംഗ്ലൂരിൽ പോയി റഷാദി എടുക്കും, അല്ലേ, കോഴിക്കോട് പോയി ദാരിമി എടുക്കും. ഇതൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴും അന്നത്തെ ഡിഗ്രി, പണ്ട് കാലങ്ങളിലുള്ള മഹാന്മാരായ ഉസ്താദുമാർക്ക് ഡിഗ്രി എന്ന് പറയുന്നത് വിളക്കത്തിരിക്കലാണ്. എന്ന് പറഞ്ഞാൽ പൊന്നാനിയിൽ പോയി വിളക്കത്തിരിക്കും. പിന്നെ വെളിക്കിരിക്കുക എന്ന് പറയുന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകലാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ പ്രിയപ്പെട്ട മഹിളാരത്നങ്ങൾ പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോ അവരുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കാൻ അവരെ കണ്ടപ്പോ വല്ലാത്തൊരു സങ്കടം തോന്നി. അള്ളാന്റെ ഹബീബിന്റെ ഭാര്യമാരല്ലേ ഈ പോണത്? അവര് പോകുന്ന എവിടാന്ന് എല്ലാവർക്കും അറിയാം. അതൊരു കുറവല്ലേ? സിംഹാസനത്തിലോട്ട് കയറുന്ന പോലെ അല്ലല്ലോ ബാത്റൂമിലോട്ട് പോണത്. ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ അല്ലല്ലോ ബാത്റൂമിൽ നിന്ന് വരുന്നത്.
എന്തായാലും അതൊരു കുറവ് തന്നെയാണ്. ആ കുറവ് മറ്റുള്ളവരുടെ മനസ്സിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ആദരവ് കുറച്ചു കളയുമോ? പടച്ചോനെ, ഈ വരുന്ന ആരാണെന്ന് അറിയാതിരിക്കാൻ എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ? ആ സമയത്ത് അല്ലാഹു ആയത്തിറക്കി കൊടുത്തു, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. അള്ളാഹുവിന്റെ നബിയോട് പറഞ്ഞ, അള്ളാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും വനിസാഇൽ മുഅ്മിനീൻ, പാപ്പാങ്കുളങ്ങരയിലെ പെണ്ണുങ്ങളോടും പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബുകൾ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. ആരായി വരുന്നതെന്നറിയാതിരിക്കാൻ അവരങ്ങനെ ചെയ്തോട്ടെ എന്ന് ഖുർആന്റെ ആയത്തിറക്കി. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അനുസരിച്ചു, നബി തങ്ങളുടെ ഭാര്യ പ്രിയപ്പെട്ട മക്കൾ അനുസരിച്ചു, നമ്മുടെ പെണ്ണുങ്ങളിൽ ഇന്നലകളിലുള്ള പെണ്ണുങ്ങൾ അനുസരിച്ചു. നമുക്ക് അനുസരിക്കാൻ സൗകര്യമില്ല. നിങ്ങൾ പറയാനുള്ളത് പോയി പറ. നിങ്ങൾ പ്രസംഗിക്കാനുള്ളതൊക്കെ പ്രസംഗിച്ചോ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ധീരത പറയാൻ, അദ്ദേഹത്തിന്റെ ആ ശൗര്യം പറയാൻ, അദ്ദേഹത്തിന്റെ ആണത്വം പറയാൻ, അദ്ദേഹത്തിന്റെ ചങ്കൂറ്റം പറയാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരനാണ്, വീരനാണ്, വില്ലാളി വീരനാണ്, വിജിഗീഷുവാണ്. കിസ്റയും കൈസറും പേടിച്ചുപോയി. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വഴിയിൽ ഒരു വൃദ്ധയായ പെണ്ണ് പിടിച്ചു നിർത്തി, ഉമറേ അവിടെ നിൽക്കുമറേ, അവിടെ നിൽക്കുമറേ. കൂടെയുള്ള ആളുകളെ നോക്കുമ്പോ മദീനയുടെ ഭരണാധികാരിയാണ്. മദീനയുടെ ഭരണാധികാരിയായ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഒരു അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ ഒരു വൃദ്ധയായ സ്ത്രീയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ. ആ സ്ത്രീ എന്തൊക്കെയോ പറയുന്നു. നിന്റെ അധികാരത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നിന്റെ ഭരണത്തിന് കീഴിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് തന്റെ ഭരണത്തിനെ പറ്റിയിട്ടുള്ള കുറവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കിസ്റ പറച്ച, കൈസർ പറച്ച, റോമാ സാമ്രാജ്യങ്ങൾ മുഴുവനും പറച്ചുപോയ എല്ലാവരും പറച്ചു. അവസാനം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നീ പോകുന്ന വഴിയിൽ ഉമറേ പിശാച് പോലും വരില്ല. നിന്റെ കാൽ പെരുമാറ്റത്തിന്റെ ശബ്ദം കേട്ടാൽ ആ വഴിയിൽ നിന്ന് പിശാച് പോലും മാറിപ്പോകും ഉമറേ എന്ന് പറഞ്ഞ, പിശാച് പോലും പേടിച്ചു പോകുന്ന, ശൈത്താൻ പോലും ഉമർ തങ്ങളെ കണ്ട മാറിപ്പോകും. അതിനപ്പുറത്ത് ഇനി ആരാ ഉള്ളത് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ? ആ നിലയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആണത്വവും ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശൂരത്വവും തെളിയിക്കപ്പെട്ടിരിക്കുമ്പോ ഒരു വൃദ്ധയായ സ്ത്രീയുടെ മുമ്പിൽ ഇങ്ങനെ തലകുമ്പിട്ട് നിൽക്കാൻ, പറയുന്നെല്ലാം അനുസരിച്ചുകൊണ്ട് നിൽക്കാൻ. കുറെ സമയം കഴിഞ്ഞപ്പോ ആളുകൾ വിളിച്ചിട്ട് ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉമർ തങ്ങളെ, നിങ്ങൾക്ക് എന്തു പറ്റി? എല്ലാവരെയും പേടിപ്പിക്കുന്ന, വിറയ്ക്കുന്ന ആ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തള്ളമാര് പറയും, ഉമറിനെ ഇപ്പൊ വിളിക്കും, അപ്പോഴേ കുട്ടികൾ ഭക്ഷണം കഴിക്കും. അത്രയും വലിയ പേടി സ്വപ്നമായിരുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു വൃദ്ധയായ പെണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ. അവര് പറയുന്ന തോന്നിയതൊക്കെ പറയാ, ഭരണത്തിന്റെ കുറവുകൾ പറയാൻ, വികസനത്തിനെ പറ്റി സംസാരിക്കാൻ. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തു പറ്റി? ആ സ്ത്രീയുടെ മുമ്പിൽ നിങ്ങൾ എന്തേ പേടിച്ചു നിന്നത്? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ സ്ത്രീ എന്നെ പിടിച്ചു നിർത്തി സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ നിൽക്കാതിരിക്കുക? ഒരു ദിവസം മുഴുവനും ഉറങ്ങാതെ അവരുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാൽ പോലും ഞാൻ അവരുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുമായിരുന്നു. അവര് പറയുന്നത് മുഴുവൻ കേൾക്കുമായിരുന്നു. ഒരു മണിക്കൂറല്ല, ഒരു ദിവസം മുഴുവനും അവരുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാൽ, അവരുടെ ശകാരം മുഴുവനും കേൾക്കേണ്ടി വന്നാൽ, അവര് പറയുന്നത് മുഴുവനും കേൾക്കേണ്ടി വന്നാൽ ഒരക്ഷരം പോലും ഞാൻ മറുപടി പറയാതെ അവരുടെ മുമ്പിൽ അനുസരണയോടെ ഞാൻ നിൽക്കും. സഹാബാ, എന്തുകൊണ്ട് നിൽക്കും ഉമർ തങ്ങളെ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറയുകയാണ്, ആ വൃദ്ധയായ സ്ത്രീ ആരെന്നറിയോ? ആ നിൽക്കുന്ന സ്ത്രീ ആരെന്നറിയോ? 7 ആകാശങ്ങൾക്ക് മുകളിൽ ആ സ്ത്രീയുടെ ശബ്ദം അല്ലാഹു കേട്ടിട്ട്, ആ സ്ത്രീക്ക് വേണ്ടി അല്ലാഹു നിയമം ഇറക്കി കൊടുത്തിട്ട്, അവരുടെ മനസ്സിന്റെ വേദന, അവരുടെ മനസ്സിന്റെ എല്ലാ നൊമ്പരങ്ങളും സപ്തവാനങ്ങൾക്ക് മുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കേട്ടിട്ട് അല്ലാഹു ആയത്തിറക്കി കൊടുത്ത പെണ്ണ സഹൗലത്തു ബിന്ത്
സഅലബത്തെന്ന പെണ്ണാ. ആ പെണ്ണാണ് ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാബുറകുമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദ് സമിഅ എന്ന് പറയുന്ന 28ാമത്തെ ജുസ് ഉണ്ടല്ലോ, 28ാമത്തെ ജുസ് ഉണ്ടല്ലോ, താഴന്ന് ബേക്കിൽ നിന്ന് പുറകിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അമ്മ കഴിഞ്ഞിട്ട് തബാറക കഴിഞ്ഞിട്ട് 3ാമത്തെ ചെറിയ ജുസ് ഉണ്ടല്ലോ, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാബുറകുമാ. 7 ആകാശങ്ങളിൽ മുകളിൽ നിന്നുകൊണ്ട് തമ്പുരാൻ ഈ സ്ത്രീയുടെ വേദന കേട്ടിട്ട് മറുപടി ഇറക്കി കൊടുത്തതാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഏതോ ഒരു സന്ദർഭത്തിൽ അന്നത്തെ ത്വലാഖിന് പകരമുള്ള വാചകം, ലിഹാറിന്റെ വാചകം ഉരുവിട്ടപ്പോൾ അന്തിക്കല്ലഗിരി ഉമ്മി, എടി നീ എന്റെ ഉമ്മയുടെ മുതുകു പോലെയാണ് എനിക്കെന്ന് പറഞ്ഞു. ത്വലാഖിന്റെ മറ്റൊരു വെർഷനാണ്. ആ വാക്ക് കേട്ടപ്പോൾ ഇനി നിങ്ങൾ എന്നെ സമീപിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ്, ദീനീ ബോധമുള്ള ആ ഖൗലത്ത്, ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, നബിയേ, എന്റെ മക്കളെ ഓർത്തിട്ടൊരു നിയമം എന്നോട് പറയണം. എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ എന്റെ മക്കളെ വിട്ടാൽ എന്റെ ഭർത്താവിന് മതബോധം കുറവാ, എന്റെ മക്കളെ പിഴച്ചു പോകും നബിയേ. എന്റെ കൂടെ എന്റെ മക്കള് നിന്നാലോ അവർക്ക് ആഹാരം കൊടുക്കാൻ എന്റെ കയ്യിൽ സമ്പത്തില്ല, ഞാൻ പാവപ്പെട്ടവളാണ്, എനിക്ക് വലിയ സമ്പത്തൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും വിള്ളൽ വീണിട്ടുണ്ടോ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, എനിക്കറിയില്ല, അള്ളാഹു ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള ഖൗലത്ത് റളിയല്ലാഹു അൻഹ ഇറക്കി വിടുമ്പോ പുറത്തേക്ക് ഇറങ്ങി നിന്ന് 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ഖൗലത്ത് റളിയല്ലാഹു അൻഹ ദുആ ഇറക്കുന്നു, റബ്ബേ, എന്റെ ഭർത്താവ് ഔസ് ബിൻ സാമിത്തിന്റെ വിഷയത്തില്, ഈ പാവപ്പെട്ട ഖൗലത്ത് ബിൻത് സഅലബയുടെ ആ വിഷയത്തില് നീ ഒരു തീരുമാനം തരണേ തമ്പുരാനെ, നീ ഒരു തീരുമാനം തരണേ തമ്പുരാനെ. എന്റെ മക്കള് പാവപ്പെട്ട മക്കളാണ്, വഴിയാധാരമാണ്. എന്റെ കൂടെ കൂടിയാൽ എന്റെ മക്കൾക്ക് സമ്പത്തില്ല, ഭക്ഷണമില്ല. എന്റെ ഭർത്താവിന്റെ കൂടെ വിട്ടാൽ എന്റെ പ്രിയപ്പെട്ടവന് വയോധികനാണ്, എന്റെ മക്കൾക്ക് തർബിയത്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല, എന്റെ മക്കൾ എനിക്ക് നഷ്ടമാകും. അതുകൊണ്ട് തമ്പുരാനെ എന്റെ വിഷയം നീ ഒന്ന് കേൾക്കണേ അല്ലാ. ഈ അങ്ങോട്ട് ദുആ കഴിഞ്ഞപ്പോൾ നബിതങ്ങളുടെ നെറ്റിത്തടപ്പിൽ വിയർപ്പ് കണങ്ങൾ പ്രകടമാവുകയാണ്. നസലൽ അമീനു മലക്ക് ജിബ്രീൽ 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഓതിക്കൊടുക്കുന്നു, നബിയേ, അങ്ങയുടെ മുമ്പിൽ വന്ന് സങ്കടം ബോധിപ്പിച്ച ഖൗലയെ തിരിച്ചു വിളിക്കൂ നബിയേ, എന്നിട്ട് പറയൂ നബിയേ, ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. പറയൂ നബിയേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തിരിച്ചു വിളിപ്പിച്ചിട്ട് വിശുദ്ധ ഖുർആനിന്റെ നിയമനിർമ്മാണം നടത്തിയ പെണ്ണാണ് ആ പെണ്ണ്. ഖുർആൻ അല്ലാഹു ഇറക്കി കൊടുക്കുന്നതിന് കാരണക്കാരിയായ പെണ്ണ്. ആ പെണ്ണ് എത്ര പറഞ്ഞാലും ഞാൻ കേട്ടുകൊണ്ട് നിൽക്കൂ. ആ സ്ത്രീ എന്നെ വിടാതെ പിന്തുടർന്നാലും ഞാൻ അനുസരിക്കും. കാരണം അല്ലാഹു ഒരായത്ത് ആ സ്ത്രീയുടെ കാരണത്താൽ ഇറക്കി കൊടുത്തതാണ്. ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞ ഒരാൾ, ഖുർആൻ പഠിച്ച സഹോദരിയെ തല്ലിയ ഒരാൾ, അവസാനം തന്റെ മനോഹരമായ ദീർഘവീക്ഷണമുള്ള ആഗ്രഹങ്ങളുടെ മുമ്പിൽ ആകാശത്തിന്റെ വാതിലുകൾ പിറക്കപ്പെട്ട് നാമൂസ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ഖുർആൻ ഇറക്കി കൊടുത്ത 10ന്റെ മുകളിൽ 20ന്റെ താഴെയുള്ള ആയത്തുകൾ താൻ കാരണം അവതരിക്കപ്പെടുമ്പോഴും ഇല്ല, ഒരൊറ്റ ആയത്ത് ഈ മഹദി കാരണം അല്ലാഹു ഇറക്കി കൊടുത്തു. ആ മഹദിയെ ഞാൻ ബഹുമാനിക്കണ്ടേ, ഖുർആനിനെയല്ല. ഈ മഹദി കാരണം ഖുർആൻ അല്ലാഹു ഇറക്കി കൊടുത്തു, മുഴുവനല്ല, ഒരധ്യായമല്ല, ഒരായത്ത് ഈ സ്ത്രീ കാരണം ഇറക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ബഹുമാനിക്കുന്നു. എന്നെ വിടാതെ പിന്തുടർന്നാലും ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുമെന്ന് ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, ഖുർആനിന്റെ വാഹകരെ മുറുകെ പിടിച്ചതുകൊണ്ടോ, പണ്ഡിതന്മാരെ മുറുകെ പിടിച്ചതുകൊണ്ടോ,
ഖുർആനിന്റെ പ്രബോധകരെ മുറുകെ പിടിച്ചതുകൊണ്ടോ ഒരാളും ലോകത്ത് പരാജയപ്പെട്ടിട്ടില്ല, ആഖിറത്തിലും പരാജയപ്പെടില്ല. അതുകൊണ്ട് ഖുർആൻ മുറുകെ പിടിച്ചോ. നമുക്ക് രക്ഷയാണ്, നമുക്ക് തണലാണ്, നമുക്ക് സാന്ത്വനമാണ്, നമുക്ക് ആശ്വാസമാണ്, നമുക്ക് വല്ലാത്ത ഒരു വികാരമാണ്, നമ്മുടെ വിചാരമാണ്, നമുക്ക് വിജയമാണ്, നമുക്ക് വലിയ ഒരു താങ്ങാണ് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മൂന്നാമതായി ഖുർആൻ പറയുന്നു ലാ യജ്തമിഉ ശഖാഉ മഅ മുലാസമത്തിൽ ഖുർആൻ. ഖുർആൻ മുറുകെ പിടിച്ചത് കൊണ്ട് ഒരാളും പരാജയപ്പെടില്ല. മനസ്സിലായോ? 3 കാര്യങ്ങളായി. ഇനി 3 ഉണ്ട്, ചുരുക്കി പറയാം. 15 മിനിറ്റ് കൂടെയാണ് ഇനി എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ആകെ 15 മിനിറ്റ്. 3 കാര്യങ്ങൾ പറയും. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. 11:30 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആർക്കും ഒരു ബുദ്ധിമുട്ടും ആകരുത്, ആർക്കും ഒരു ഭാരം ആകരുത്, ആർക്കും ഒരു 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 അലസത ഉണ്ടാകുന്ന രീതിയിൽ സദസ്സ് നീണ്ടുപോകാനും പാടില്ല. സംഘാടകർ ഇൻഷാ അല്ലാഹ് എന്താണോ നമുക്ക് ഇനി നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള വിവരം ഇൻഷാ അല്ലാഹ് ഈ സംഘാടകർ എന്നെ അറിയിക്കണം. നമുക്ക് അതുമായി ബന്ധപ്പെട്ട മുജീബ് സാഹിബ് വന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ പറയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു 6 സ്ഥലങ്ങളിൽ നിങ്ങൾ പരാജയപ്പെടില്ല 6 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ. ഒന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്, ഒരു വയല് കേട്ടിട്ട് എഴുന്നേറ്റ് പോകുമ്പോ ആളൊക്കെ കൂടി കുറെ ബ്ലോക്കായി കുറെ പണമൊക്കെ പിരിച്ചു, അതിനപ്പുറത്ത് എന്തെങ്കിലും ഒന്ന് അമല് ചെയ്യാൻ എനിക്കോ സംഘാടകർക്കോ നിങ്ങൾക്കോ കിട്ടിയാൽ അതുകൊണ്ടാണ് എനിക്ക് ഒരു ഫലമുണ്ടാവുക, അതാണ് നമുക്ക് ആഖിറത്തിൽ ബാക്കി പത്രമാവുക. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടി പറയുന്നത്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടില്ല. നമ്മൾ ദുആ ചെയ്താൽ ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടില്ല. മൂന്നാമത് ഖുർആൻ പറഞ്ഞു നിങ്ങൾ ഖുർആനെ മുറുകെ പിടിച്ചോ, ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടില്ല. ഇനി 4, 5, 6 3 കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. 4ാമത്തെ കാര്യം ലാ യജ്തമിഉ ശഖാഉ മഅ ഇത്തിബാഇൽ ഹുദാ. സന്മാർഗത്തെ പിന്തുടർന്നാൽ നല്ലൊരു മാർഗം. ഇവിടെ ഇപ്പോ ഈ പ്രവർത്തകർക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ മുജീബ് സാഹിബിന്റെ അതുപോലെ നവാസ് അങ്ങനെയുള്ള കുറെ ചെറുപ്പക്കാരാണല്ലേ, ദാടിയൊക്കെ നരച്ചെങ്കിലും ചെറുപ്പമാണ്. അപ്പോ ഈ ചെറുപ്പക്കാർക്ക് ഇവിടെ ഒരു നാടകം വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു 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 മറ്റേതെങ്കിലും ഒരു കാര്യം വെച്ചിരുന്നെങ്കിൽ, ഒരു ഗാനമേള വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് വേടനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ തൊപ്പിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ഇസ്ലാമികമല്ലാത്ത ഒരു പരിപാടി വെച്ചാൽ ഇവരെ മഹല്ലിൽ നിന്ന് പുറത്താക്കുവോ? ഇല്ലല്ലോ, മഹല്ലിൽ നിന്ന് പുറത്താക്കില്ല. ഇവർക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ? ഒരു നഷ്ടവും വരാനില്ല. പക്ഷെ ഇവർ ഈ സമയത്തും ഈ പ്രതിസന്ധിയുടെ ഈ പ്രതികൂല കാലാവസ്ഥയിലും സാമ്പത്തികമായി പലരും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ച് ഒരുപാട് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് നാളെ അല്ലേ കല്യാണം, നാളെ പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എന്നെ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന, ലൈവിലൂടെ കാണുന്ന കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുന്നത്, നുസ്റത്തുൽ മസാക്കീൻ എന്ന് പറഞ്ഞാൽ അഗതികളെ സഹായിക്കുന്ന ഈ സംരംഭത്തിൽ, മുസ്ലിമീങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നാളെ ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. അത് തങ്ങളുടെ മോളല്ല, പള്ളിയിലെ ഉസ്താദിന്റെ മോളല്ല, മൊല്ലയുടെ മോളല്ല, ലബ്ബയുടെ മോളല്ല, ഈ നാട്ടിലെ ഒരു മുസ്ലിം പെൺകുട്ടിയല്ല. ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച്, പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. അതിന്റെ ഫുൾ സാമ്പത്തികം അല്ലേ സ്വർണം, ഭക്ഷണം, അതല്ലേ ഉള്ളു. പിന്നെ വേറെന്താ ഉള്ള? വസ്ത്രം, ഇത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ കൊടുത്തിട്ട് ഇവര് കല്യാണം നടത്തുകയാണ്. ഇത് കാണുന്ന ഈ കൊച്ചുമക്കൾ, ഈ വലിയ ഇക്കമാര് ചെയ്യുന്ന, അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ചെയ്യുന്ന ഈ പരിപാടി ഈ കൊച്ചുമക്കൾ കാണുകയാണ്. ഈ മക്കൾ നാളെ എന്ത് ചെയ്യും? ഇവരുടെ ഈ സന്മാർഗ പാതയിൽ പിന്തുടരും. മനസ്സിലായോ? ഈ സന്മാർഗ പാത അവർ പിന്തുടരും. ഈ മക്കളുടെ മനസ്സിൽ ഇവിടെ നടക്കുന്ന വിവാഹവും സഹായവും മനസ്സിൽ
ശിലയിൽ കൊത്തിവെച്ചതുപോലെ, മണലിൽ എഴുതി പിടിപ്പിച്ചതല്ല, ശിലയിൽ കൊത്തിവെച്ചതുപോലെ അവരുടെ മനസ്സിൽ അവർ കുറിച്ചിടും. ഞങ്ങളുടെ ഇക്കമാര് ഇതുപോലെ പരിപാടി വെച്ച ആളുകളിൽ നിന്ന് പൈസ സ്വരൂപിച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ നല്ല കാര്യമാണ്. ഇത് നല്ലൊരു പുണ്യമുള്ള കാര്യമാണ്. ആ കാര്യം ഇവരുടെ മനസ്സിൽ കണ്ടാൽ ഇവർ അതിനെ പിന്തുടരും. അങ്ങനെ പിന്തുടരുന്നാൽ ലാ യജ്തമിഉ ശഖാ മഅ ഇത്തിബാഇൽ ഹുദാ. സന്മാർഗം എവിടെ കണ്ടാൽ, നല്ല മാർഗം എവിടെ കണ്ടാലും, നല്ല വഴി എവിടെ കണ്ടാൽ, നല്ല സുഹൃതങ്ങൾ എവിടെ കണ്ടാൽ അതിനെ പിന്തുടരുമോ? ഒരിക്കലും പരാജയം സംഭവിക്കില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യശ്ഖാ. സൂറത്ത് ത്വാഹയിലെ 123-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുകയാണ്, ആദം ഹവ്വ ദമ്പതിമാരെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ അവരോട് അല്ലാഹു പറയുന്നു, ഫമനിത്തബഅ ഹുദായ, ഞാൻ ഹുദയിറക്കുകയാണ്, സന്മാർഗത്തിന്റെ വഴി നിങ്ങൾക്ക് തുറന്നു തരികയാണ്, നേരായ മാർഗം നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു തരികയാണ്. ആരാണോ ഫമനിത്തബഅ ഹുദായ, ആ സന്മാർഗ പാതയെ പിന്തുടരുന്നവരാരാണോ, ഫലാ യളില്ലു വലാ യശ്ഖാ, അവരൊരിക്കലും നിർഭാഗ്യവാന്മാരല്ല. അവർ ഈ ലോകത്തും വിജയിക്കും, നാളെ പരലോകത്തും വിജയിക്കുന്നതാണ്. അവര് പരാജയപ്പെടില്ല. നല്ലത് തുടങ്ങി വെച്ചു കൊടുക്ക്, അതിനെ കണ്ട് വളരട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ എന്ത് നന്മ ചെയ്താൽ നമ്മൾ എന്താ കരുതിയേ? എത്ര ഉസ്താദുമാര്, മർഹൂം PK യൂനുസ് ഉസ്താദ്, അപ്പുറത്തോട്ട് പോയ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉസ്താദ്, ഇങ്ങോട്ട് വന്നാൽ കോട്ടക്കര ഇബ്രാഹിം കുട്ടി ഉസ്താദ്, ഉമർ കുട്ടി ഉസ്താദ്, അല്ലേ? ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ശിഹാബുദ്ദീൻ ഉസ്താദ്. പിന്നെ ആരാളുള്ളത്? അത് തന്നെ യൂനുസ് മൗലവി ഉസ്താദ്. യൂനുസ് മൗലവി ഉസ്താദിനെ ആദ്യം ഞാൻ പറഞ്ഞത്. മൗലവി ഉസ്താദ്, തഴവ ഉസ്താദ്, കോട്ടക്കര ഉസ്താദ്, അതുപോലെ തന്നെ മഹാനായ ഉമർ കുട്ടി ഉസ്താദ്, ഇങ്ങനെ മഹത്വക്കളായ ഉസ്താദുമാർ, ശിഹാബുദ്ദീൻ ഉസ്താദ്, ഈ നമ്മുടെ ഈ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന വലിയ വലിയ മഹത്വക്കളായ ഉലമാക്കൾ, ഞാൻ പേരെടുത്ത് ഇവരെ പറയുമ്പോ, ഞാന് ഇവിടെ പഠിക്കുന്ന സമയത്തും വലിയ പരിചയമുണ്ടായിരുന്ന, ഒരുപാട് സ്നേഹത്തോടെ ഇടപഴകുമായിരുന്ന കോയാക്കുട്ടി ഉസ്താദ്, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. കോട്ടക്കര അബ്ദുൽ ഹക്കീം ഉസ്താദ്, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. അങ്ങനെ ഒരുപാട് പണ്ഡിത മഹാന്മാര്, അവരൊക്കെ മരണപ്പെട്ടു പോയി. നമ്മൾ ചിന്തിക്കും, നമ്മൾ മരിച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന എന്താണെന്നറിയോ? നമ്മൾ ഇവിടെ ഒരാള് അമല് ചെയ്തു, ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ അമല് ചെയ്തു, ഈ ചെയ്ത അമല്, ഒരു ഉദാഹരണം ഞാൻ പറയാം. അള്ളാഹു ഇതിന്റെ സംഘാടകർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇപ്പൊ മുജീബ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഇവിടത്തെ ഈ ഒരു കൂട്ടായ്മ, അവര് സുബഹി നിസ്കരിക്കുന്നു, ലോഹർ നിസ്കരിക്കുന്നു, അസ്ർ നിസ്കരിക്കുന്നു, മഗ്രിബ് നിസ്കരിക്കുന്നു, ഇഷാ നിസ്കരിക്കുന്നു, പെണ്ണിനെ കെട്ടിക്കുന്നു, മതപ്രസംഗം വെക്കുന്നു, സാധുക്കളെ സഹായിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോ ഇതിന്റെയൊക്കെ പ്രതിഫലം എവിടെ കിട്ടും? പറ. ഖബറിൽ കിട്ടും, പരലോകത്ത് കിട്ടും. ആർക്ക് സംശയമില്ലല്ലോ. എന്നാൽ അതോടുകൂടി തീർന്നോ? തീർന്നില്ല. പിന്നെയോ, ഇത് കണ്ടിട്ട്, പള്ളിയിൽ പോകുന്ന കണ്ടിട്ട് മക്കൾ നിസ്കരിക്കാൻ തുടങ്ങി, പെൺകുട്ടികളെ കെട്ടിക്കുന്ന കണ്ടിട്ട് നാട്ടിലെ ചെറുപ്പക്കാര്, ചെറിയ കുട്ടികൾ പിന്നെ അതിനെ പിന്തുടരാൻ തുടങ്ങി, അതിനെ പിന്തുടരാൻ തുടങ്ങി. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തപ്പോ ഒരു തലമുറ അതിനെ ഏറ്റെടുത്തു. അവര് മരിച്ചു 40 കൊല്ലം കഴിഞ്ഞു. ഈ സംഘാടകര് മരിച്ചു 40 കൊല്ലം കഴിഞ്ഞെന്നിരിക്കട്ടെ. അപ്പോഴേക്കും ഈ ഇരിക്കുന്ന മക്കൾക്ക് ഏകദേശം 19 വയസ്സായി. അവര് അവരുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങി. എന്നാൽ ഈ മരണപ്പെട്ടു പോയ ഇതിന്റെ സംഘാടകർ, അവർ നിസ്കരിച്ചതും ഈ പെണ്ണിനെ കെട്ടിച്ചതും ആയ കൂലി മാത്രമല്ല അവിടെ ഖബറിലേക്ക് കിട്ടുക, പിന്നെയോ ഈ മക്കൾ ചെയ്യുന്നതിന്റെ ഒരു വിഹിതം കൂടി അള്ളാഹു കൊടുക്കും. അതാണ് സൂറത്ത് യാസീനിൽ പറഞ്ഞത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ.
എന്താ പറയുന്നത്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ചവരെയൊക്കെ നാം പുനർജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു, അവർ ജീവിതത്തിൽ ചെയ്തതെല്ലാം നാം എഴുതി വെച്ചു. ജീവിതത്തിൽ അവർ ചെയ്ത എല്ലാം അല്ലാഹു എഴുതി വെച്ചിരിക്കാൻ കൊടുക്കും, കണക്കില്ലാതെ. അത് മാത്രമല്ല വആസാറഹും, നിങ്ങൾ ഓതുന്ന യാസീൻ, ഇന്നോതിയത് നാളെ ഓതുന്നത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും, ജീവിതത്തിൽ ചെയ്തത് മാത്രമല്ല, ചെയ്യാൻ പ്രേരണയായി, മറ്റുള്ളവർക്ക് മാതൃകയായി, ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ച് മറ്റുള്ളവർ ഏറ്റെടുത്ത് ചെയ്യുന്നത് കൂടി അള്ളാഹു അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 1-ാം നമ്പർ മദ്രസ എവിടെയാ? ചിറ്റുമൂല. ഇതൊക്കെ അറിഞ്ഞൂടെ? തർബിയത്തുൽ അത്ഫാൽ. ഞാൻ അവിടെ 2-ാം ക്ലാസ് 3-ാം ക്ലാസ് 4-ാം ക്ലാസ് ഒക്കെ മദ്രസയിൽ അധ്യാപകനായിരുന്നു. അപ്പോ 1-ാം നമ്പർ മദ്രസ തർബിയത്തുൽ അത്ഫാൽ ചിറ്റുമൂല. അതിന്റെ കാരണക്കാരൻ യൂനുസ് ഉസ്താദിനെ പോലുള്ള ദുഷണശാലികളായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മഹാപണ്ഡിതന്മാർ ഇന്നവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്നു. അധ്യാപകർ ഓതിക്കൊടുക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുരുന്നു മക്കൾ പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്ര ബിസ്മി അവിടെ വന്നു? മദ്രസ വിടാൻ നേരത്ത് സ്വലാത്ത് ചൊല്ലി പിരിയുന്നു. ആ സ്വലാത്തുകൾ എല്ലാവരും ചെല്ലുന്നു. ഇതിനൊക്കെ ആരാ കാരണക്കാർ? യൂനുസ് ഉസ്താദ്. അദ്ദേഹം ചെയ്ത പ്രവർത്തനം മാത്രമല്ല മൗലവി നഗറിലെ ആ ഖബർസ്ഥാനിൽ കിടന്ന് ആസ്വദിക്കുന്നത്, മറിച്ച് മദ്രസയിലെ ഓതുന്ന മക്കൾ അവര് ചൊല്ലുന്ന ഒരു സ്വലാത്ത്, അവര് പഠിക്കുന്ന അതെല്ലാം ഇങ്ങനെ ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പറഞ്ഞത് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഫമനിത്തബഅ ഹുദായ, സന്മാർഗത്തെ പിന്തുടര്, ഫലാ യളില്ലു വലാ യഷ്ഖ, നിങ്ങളെങ്ങും പരാജയപ്പെടൂല. സന്മാർഗത്തെ വേണം പിന്തുടരാൻ. അല്ലാതെ ഏതെങ്കിലും എരപ്പാളികൾ നടത്തുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ തോന്നിയാസങ്ങൾ ചെയ്യുന്ന, അത് നമ്മളിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആര് ചെയ്താലും മതി. ഇപ്പൊ ഒരു പുതിയ സംവിധാനം ഇറങ്ങിയിട്ടുണ്ട്, പുതിയ രീതി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആരെയും മുഖം നോക്കാതെ ഞാൻ പറയാൻ, ഇനി മുഖം നോക്കി പറയേണ്ടി വന്നാൽ അതിനും എനിക്ക് മടിയില്ല.